മോണിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ഏണിങ്സ് വരുന്നില്ലേ, അതാട്ടോ ഇച്ചിരി എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത്. കാരണം നമ്മൾ ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ്, സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കണം കേട്ടോ. നമ്മുടെ സന്തോഷം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഒത്തിരി നാളുകളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിക്കിട്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഓരോരുത്തരുടെയും പേരിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആ സന്തോഷം എന്താണെന്ന് ഞാൻ ഉടനെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്തും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നന്ദി പറഞ്ഞാൽ തീരത്തില്ല, അധികം നന്ദിയുണ്ട്. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് വേഗം തന്നെ പോയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് ഭയങ്കര സന്തോഷം, സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബിൽ വരുമാനം കിട്ടി. എത്ര നാളുകളായി ആഗ്രഹിക്കുന്ന അറിയാമോ നമ്മുടെ യൂട്യൂബിൽ വരുമാനത്തിന് വേണ്ടിയിട്ട്. ഇന്നലെ കേട്ടോ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടോ പൈസ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നെ ഒരുപാട് സന്തോഷം തോന്നുന്ന ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഇന്നലെ കേട്ടോ, ഇന്നും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്ര നാളുകളായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടല്ലേ, കുറേ നാളുകളായി ഷോർട്ട് ലോങ് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് 2-3 മാസത്തിനുള്ളിലാണ് ലോങ് വീഡിയോ ഒക്കെ ഇച്ചിരി ഉയർന്ന രീതിയിലും അങ്ങ് പോയത് കേട്ടോ. അതുകൊണ്ട് അതിനുള്ള തുക നമ്മുടെ അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഭയങ്കര സന്തോഷം. നിങ്ങളുടെ പേരിൽ എനിക്ക് ഓരോരുത്തരും പേരിൽ സന്തോഷം പറഞ്ഞിട്ട്, നിങ്ങളാണ് ഞങ്ങളെ വീഡിയോ ഇടാൻ പ്രചോദനം നൽകുന്നത്. കാരണം കമൻ്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നന്ദി പറയാൻ. എന്നെപ്പോലെ വീഡിയോസ് കിട്ടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പാതി വഴിയിൽ വീഡിയോസ് ഇട്ടിട്ട് പോകരുത് കേട്ടോ. നമ്മൾ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഞാനൊക്കെ എന്നേ വീഡിയോ നിർത്തിയിട്ട് പോകേണ്ടതായിരുന്നു, അറിയാമോ. പക്ഷേ എനിക്ക് ഫുൾ സപ്പോർട്ട് എൻ്റെ ചേട്ടായി ആയിരുന്നു കേട്ടോ. എനിക്ക് ചേട്ടായി നല്ല ഫുൾ സപ്പോർട്ടായിരുന്നു. വീഡിയോ നീ ഇന്ന് വീഡിയോ ഇടാതിരിക്കുന്ന, ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് ചെവിതേലെ കേൾപ്പിക്കില്ല കേട്ടോ. നീ ഇന്ന് വീഡിയോ ഇടാതിരുന്നേ, എന്ത് വീഡിയോ എടുക്കാതെ, നിനക്ക് എന്താണ് പരിപാടി എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് നമ്മുടെ ഹസ്ബൻഡാണ് നമ്മുടെ എന്നും സപ്പോർട്ട് വേണ്ട കേട്ടോ. അപ്പോൾ അവരുടെ ഒന്നും സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് വീഡിയോസ് ഇടാനൊന്നും മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എല്ലാവരും സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അതുപോലെ പാതി വഴിയിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. കുറേ കൂട്ടുകാരുണ്ട്, കുറേ സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്. എൻ്റെ കുറേ സബ്സ്ക്രൈബർ പാതി വഴിയിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഷോർട്ട് 2-3 ഇട്ട് പിന്നെ ഇടേ ചെയ്യില്ല കേട്ടോ വീഡിയോ. അതിൻ്റെ കാര്യമില്ല, നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ മാത്രമാണ് നമുക്കതിനുള്ള ആ ഒരു നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പ്രതിഫലം നമുക്ക് വേണ്ടേ, നമുക്ക് എന്തെങ്കിലും ഒരു തുക എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ അത് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. ഷോർട്ടാണെങ്കിൽ ഷോർട്ട് ഇട്ടുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ കുറച്ച് ദിവസം ഇടയ്ക്കിടയ്ക്കൊക്കെ ഷോർട്ട് ഇടാറുള്ളൂ കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഷോർട്ട് ഡെയിലി ഇടാൻ തോന്നുന്നുണ്ട്. പക്ഷേ ലോങ് വീഡിയോ കണ്ടിന്യൂസ് ഇടാൻ തോന്നുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 ദിവസം ഞാൻ ഓരോ ദിവസം ഇടവിട്ട് ഇട്ടില്ലായിരുന്നു കേട്ടോ. അതിന് കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട്, പിള്ളേരൊക്കെ പഠന രീതികളൊക്കെ പഠിപ്പിക്കാനൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അന്നേരം വീഡിയോ ഇടാതിരുന്നത്. പക്ഷേ ഇപ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദിവസം വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക, അതാണ് മെയിനായിട്ട്. പിന്നെ നല്ല കണ്ടൻറ്റ് കൊണ്ടുപോയി. ഇപ്പോൾ ബ്യൂട്ടി ടിപ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ബ്യൂട്ടി ടിപ്സാണെങ്കിൽ ബ്യൂട്ടി ടിപ്സിനെ കൊണ്ടുപോകും, ഡേ ലൈഫാണെങ്കിൽ ഡേ ലൈഫ്, പാചകമാണെങ്കിൽ പാചകം, അത് കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. ഞാനൊക്കെ ഈ വീഡിയോ വന്ന പിന്നീട് ഞാൻ ഇതുപോലെ സംസാരിക്കാൻ തുടങ്ങിയത് എൻ്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചാണ്. ഞാൻ മിണ്ടോയെന്ന് തന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം മിണ്ടാത്ത ഒരാൾ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ തുടങ്ങി, ഞാനിപ്പം വാതോരാന്ന സംസാരം മാത്രമല്ലേ, എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങളുടെ ഷെയർ ചെയ്യും. നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ ആത്മാർത്ഥമായ എൻ്റെ സുഹൃത്തുക്കളാണ് ഓരോരുത്തരും കേട്ടോ. അപ്പോൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരു കുഞ്ഞു കാര്യം മതി, എനിക്കത് നിങ്ങളുടെ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം നമുക്ക് കാശ് മാത്രമല്ല കിട്ടേണ്ടത്, നമുക്കിത് മനസ്സ് നിറയെ സന്തോഷം കൂടി കിട്ടണം അല്ലേ. അപ്പം ഇതുപോലത്തെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയല്ലേ.
അതുപോലെ തന്നെ വീഡിയോസ് ഞാൻ ആദ്യം ഡേ ലൈഫാട്ടോ ആദ്യം ഇട്ടുകൊണ്ടിരുന്നത്. ഡേ ലൈഫ് ഇടുമ്പോഴത്തേക്കും അന്നേരം അധികം ആൾക്കാരൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ മോണിറ്റേഷനൊക്കെ ആയി കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ വീഡിയോസ് അങ്ങനെ രീതിയിലൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അന്നേരം ഞാൻ വീഡിയോ നിർത്താൻ പോവുകയാണ്, എനിക്ക് വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യമില്ല, ആൾക്കാരൊന്നും കാണുന്നില്ല, എന്ത് പറ്റിയപ്പോൾ എൻ്റെ വീഡിയോസ് ആർക്കും ഇഷ്ടമല്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ നാട്ടിൽ പോയി വന്നതിന് ശേഷവും ഞാൻ വീഡിയോസൊക്കെ പിന്നെ കുറച്ച് ദിവസം ഇട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര മടി ഇതിൻ്റെ പ്രധാന ഒരു കാരണം തന്നെയാണ് കേട്ടോ. മടി പിടിച്ചാൽ പിന്നെ നമ്മുടെ ആ ദിവസം തന്നെ പോകും കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇടാൻ ഒന്നും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. മടി കാരണം ഞാൻ വീഡിയോസ് ഇട്ടില്ല. അന്നേരം ചേട്ടൻ എന്നെ ഒന്ന് ഫോൺ വിളിച്ച് വഴക്ക് തന്നെ, നീ വീട്ടിൽ പോയാൽ നീ വീഡിയോസ് ഇടില്ല, ഇവിടെയാണ് നീ വീഡിയോസ് ഇടുമായിരുന്നു, നീ എന്താ വീഡിയോസ് ഇടാത്ത, നീ നാളെ നല്ല വീഡിയോസ് ഇട്, ആൾക്കാരെ കാണുമൊന്നുമല്ല, നീ വീഡിയോസ് ഇടുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. വീഡിയോ ഇട്ടത് അധികം ആൾക്കാർ അന്നേരം കണ്ടില്ലായിരുന്നു കേട്ടോ. അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമാണ്. സത്യമാണ്, നമ്മുടെ വീഡിയോസ് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർ, നല്ല വ്യൂവേഴ്സൊക്കെ കിട്ടുന്ന കുറച്ച് വീഡിയോസുകൾ നമ്മൾ വീണ്ടും വീഡിയോസ് ഇടുമ്പോൾ ആ വ്യൂവേഴ്സ് കിട്ടിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും, ശരിയാണ്. പക്ഷേ പിന്നെ ഞാനത് മാറ്റി പിടിച്ചു. ഞാൻ ബ്യൂട്ടി ടിപ്സ് തന്നെ ഇതിലേക്ക് പോയിട്ടോ. ബ്യൂട്ടി ടിപ്സിലേക്ക് വന്ന പിന്നെയാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഫ്രണ്ട്സ് തന്നെ നമുക്ക് അതിൽ ബ്യൂട്ടി ടിപ്സിലൂടെ എനിക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ ഒത്തിരി നല്ല നല്ല കമൻസ്, ബാഡ് കമൻസൊക്കെ 2-3 ഉണ്ടെങ്കിലും അത് ഞാൻ നോക്കുന്നില്ല. ബാക്കിയുള്ള കമൻസൊക്കെ ഉണ്ട്. നമ്മൾ പുതിയ ആൾക്കാരുടെ നല്ല നല്ല കമൻസ്, പുതിയ ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഒക്കെ ഞാൻ അതുപോലെ തന്നെ ചെയ്യുകയും അതുപോലെ തന്നെ ടിപ്സുകളൊക്കെ എനിക്കറിയുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല വ്യൂവേഴ്സ് കിട്ടി. പിന്നെ അതിനുള്ള ഒരു തുക, ഒരു തരക്കേടില്ലാത്തൊരു തുക എൻ്റെ അക്കൗണ്ടിൽ വന്നുകയും ചെയ്തു കേട്ടോ. അത് തന്നെ ഭയങ്കര സന്തോഷം തന്നെയുള്ള കാര്യം തന്നെയാണല്ലേ. നമ്മൾ എന്തോരം നേരം പ്രയത്നിച്ചിട്ടാണ് നമുക്കൊരു വിജയം കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സംഭവം തന്നെയാണത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്താണ് പറയേണ്ടത്, നമ്മുടെ മോണിറ്റേഷൻ ആയത് ജനുവരിയിലായിരുന്നു കേട്ടോ. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു മോണിറ്റേഷൻ ആയത്. അന്നേരം എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. 4000 മണിക്കൂർ എനിക്ക് വലിയ പണിയല്ലായിരുന്നു. ഞാൻ 2-3 മാസത്തിനുള്ളിൽ 4000 മണിക്കൂർ പെട്ടെന്ന് അങ്ങനെ ഇത് റെഡിയായി എനിക്ക് കിട്ടി കേട്ടോ. എനിക്കത്ര വലിയ ഇതും തോന്നിയില്ലായിരുന്നു. പക്ഷേ മോണിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ഏർണിങ്സ് വരുന്നില്ലേ, അതാട്ടോ ഇച്ചിരി എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത്. കാരണം നമ്മൾ 1K അടിക്കുവാണെങ്കിലും അതിൻ്റെ രീതിയിലൊന്നും ഏണിങ്സ് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് 1K അടിച്ചാലൊന്നും ഏണിങ്സ് കിട്ടത്തില്ല അല്ലേ. അപ്പോൾ എത്ര 1K അടിക്കണം, ഞാനിങ്ങനെ ചിന്താകുലനായിട്ടോ. ഇതൊക്കെ എന്തോരം മണിക്കൂർ നമ്മൾ ഇതിനായിട്ട് പോകുന്നത്, ഇതൊക്കെ നിർത്തിയിട്ട് പോയാൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ ചിന്തിക്കുമ്പോഴും എൻ്റെ പുറകിൽ നിന്ന് എൻ്റെ ചേട്ടൻ എന്നോട് താങ്ങായിട്ട് എന്നുണ്ടായിരുന്നു. ചേട്ടൻ പറയും, നീ വീഡിയോസ് നിർത്തരുത്, നീ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് പോകണം, ആൾക്കാർ കാണോ ഇല്ല അതൊന്നും നമുക്ക് വിഷയമല്ല, പക്ഷേ വീഡിയോസ് ഒരു കാരണവശാൽ നിർത്തരുത്. വീഡിയോ നിർത്തിയാൽ നമ്മളെ കുറിച്ച് നല്ല ആൾക്കാർ, നല്ല വശവും മോശവശവും ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ മോശമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അവർ പറയും, അവൾ വീഡിയോ നിർത്തിയിട്ട് പോയി, അവരത്രയ്ക്കുള്ളുന്നേ, വീഡിയോസ് എന്നതായിരുന്നു, വീഡിയോ തുടങ്ങും എന്നതായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അവരുടെ മുമ്പിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം. ഒരു കാരണവശാലും വീഡിയോ നിർത്തി പോരെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ നിർത്തിയിട്ടില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോയി. ഞാൻ ടിപ്സുകളൊക്കെ ചെയ്തപ്പോഴത്തേ എനിക്ക് ഭയങ്കര ധൈര്യം വന്നു. മനസ്സിൽ നമുക്ക് ധൈര്യം തോന്നില്ലേ, ഇത് നമുക്ക് നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മധൈര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ആത്മധൈര്യം എനിക്ക് ടിപ്സിൻ്റെ വീഡിയോ ചെയ്ത് എനിക്ക് കിട്ടി. നമുക്ക് ടിപ്സ് തന്നെ ചെയ്യണമെന്നില്ല, ഡേ ലൈഫ് ചെയ്യാം അല്ലേ. പക്ഷേ എനിക്ക് ഡേ ലൈഫ് ചെയ്യുമ്പം എനിക്ക് ഒരുപാട് സമയം എനിക്കിതിന് പോകട്ടെ. എനിക്ക് ഉണ്ണിക്കൂട്ടനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം പോകും. ഇപ്പോൾ 2-3 കൂട്ടുകാർ ചോദിക്കണം, ഡേ ലൈഫ് എന്താ ചേച്ചി ഇടാതിരുന്നേ, എന്താ ഇടാത്തത്, എൻ്റെ ചുറ്റുപാടുള്ള കമൻസിൽ കാണില്ല. പക്ഷേ എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ അതേ ചോദിക്കുക, ഡേ ലൈഫ് നിർത്തിയിട്ട് പോയപ്പോൾ ടിപ്സ് തന്നെ തുടങ്ങിയോ ചോദിക്കും കേട്ടോ. കാരണം 2-3 പേർക്കൊക്കെ ഡേ ലൈഫ് ഇഷ്ടമുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരുടെ എങ്ങനെ അവരുടെ ഇഷ്ടങ്ങൾ എന്താ നമുക്കറിയത്തില്ല. നമുക്കറിയുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുക എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പണ്ട് പഠിക്കണ സമയത്ത് അറിയുന്ന കാര്യങ്ങൾ അവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും.
ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കും. അതുപോലെ ടിപ്സിൻ്റെ കാര്യം അവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ മോക്കുരുണ്ട്, ചേച്ചിയുടെ മുഖത്ത് മോക്കുരുണ്ടല്ലേ, ചേച്ചി ഇത് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഈ ടിപ്സ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എല്ലാവർക്കും എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. അതുപോലെ കരിമംഗല്യം വന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും, ചേച്ചി വെയിൽ കൊള്ളാതിരിക്കട്ടോ, സൺസ്ക്രീൻ ലോഷൻ തേക്കണേ, പിന്നെ കരിമംഗല്യം മാറാൻ ഇത് നല്ലതാട്ടോ, ഇത് ചേച്ചി ഉപയോഗിച്ച് നോക്കട്ടോ. എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെയാണ് എനിക്ക് ടിപ്സൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട്, എൻ്റെ അനിയത്തിക്കുട്ടിയോട് പറയുന്ന പോലെ, അതെൻ്റെ ചേച്ചിയോട് പറയുന്നത്, എൻ്റെ അമ്മയോട് പറയുന്ന പോലെ, എൻ്റെ അമ്മമ്മയോട് പറയുന്ന പോലെയൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. എനിക്ക് ടിപ്സൊക്കെ ചെയ്ത് അവരത് ചെയ്യുന്നുണ്ട്, അവരത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അതിന് മാറ്റം വരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പിന്നെ എന്താ പറയുക, ഫ്രണ്ട്സ് എന്ന് പറയുമ്പം സംഘത്തിലെ കുടുംബശ്രീയിലെ കൂട്ടുകാർ, അവരൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിലൊക്കെ ചെയ്ത് ഇടി മാറ്റം ഉണ്ടിട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവർ കമൻസ് ഒന്നും അറിയിക്കില്ല, അവർ നിങ്ങളെ നമ്മളായിട്ട് പേഴ്സണലായിട്ട് പറയുള്ളൂ. അവർക്ക് കമൻറ്റ് അറിയിക്കാൻ അറിയാത്താണോ അങ്ങനെയൊന്നും അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവർ നമ്മുടെ പേഴ്സണലായിട്ട് പറയും ഇതിങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് സന്തോഷം തന്നെ. കാരണം യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ നല്ലത് മാത്രം ചെയ്താൽ മതി, ചീത്ത വഴിയിലൊന്നും പോവാതെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം അങ്ങ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ആരും സങ്കടപ്പെടുത്തരുത്, പിന്നെ അവരെ കണ്ടില്ല ഇവരെ കണ്ട് ആരും താഴ്ത്തി പറയരുത്, ഒന്നും ചെയ്യരുത്. നമ്മൾ നമ്മുടെ കാര്യം നമ്മൾ ആർക്കും മോശമാകാത്ത രീതിയിൽ, ആരും സങ്കടപ്പെടുത്താത്ത രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ദൈവം നല്ലത് മാത്രമേ തരുള്ളൂ കേട്ടോ. ഞാൻ അതുപോലെ വഴിയിലാണ് ഞാനും സഞ്ചരിച്ച് വന്നത്. അപ്പം ഞാനും വീഡിയോസൊക്കെ ഇടുമ്പം കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചിൻ്റെ ഷോർട്സൊക്കെ എടുക്കുമ്പം അധികം ആൾക്കാരും കളിയാക്കാറുണ്ടായിരുന്നു. അയ്യോ ഒരു ഷോർട്സ് ഒരു ഫോണും പിടിച്ചങ്ങ് നടക്കുമല്ലേ, വേറെ പണിയൊന്നും ഇല്ലല്ലോ, അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. അതൊക്കെ സാരമില്ല, അതൊക്കെ അവരുടെ കാഴ്ചപ്പാട്, അതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ നെഗറ്റീവ് പറഞ്ഞാലും നമ്മളൊന്നും നോക്കരുത്. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ മാത്രം ചെയ്യാം, നല്ല വഴി നടക്കുക, നല്ല രീതിയിൽ അങ്ങനെ ചെയ്താൽ മാത്രം മതി കേട്ടോ. നമ്മുടെ ഫുൾ സപ്പോർട്ട്, ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഹസ്ബൻഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും നമുക്കൊന്നും വിഷയമേ അല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം തന്നെയായിരുന്നു, ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളത് വീഡിയോസിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ രീതിയിൽ എനിക്ക് ഇച്ചിരിയെങ്കിലും കിട്ടണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ച് തന്നു. അപ്പം എല്ലാവരും വീഡിയോസ് ഇടുക, എല്ലാ വീട്ടമ്മമാരും മടി കൂടാതെ ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ആദ്യം തുടക്കത്തിലൊന്നും നമുക്ക് കാശ് കിട്ടുമെന്ന് ചിന്തയിലൊന്നും തുടങ്ങരുത് കേട്ടോ. ഞാനൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്തിച്ചിരുന്നത് കേട്ടോ. വീഡിയോസ് ആദ്യം ഇടുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു, ഒരു മാസത്തിൽ നമുക്ക് കാശൊക്കെ കിട്ടും അങ്ങനെ ചിന്തിക്കുക. പക്ഷേ കാശ് കിട്ടുന്ന ചിന്തിക്കേ ചെയ്യരുത്, നമുക്ക് കാശ് വേണ്ട, കാശ് ചിന്തിക്കേ ചെയ്യരുത് കേട്ടോ. കാശിനെ കുറിച്ചേ ചിന്തിക്കരുത്. നമ്മൾ വീഡിയോസ് ഇടുക, നല്ല നല്ല കാര്യങ്ങൾ വീഡിയോസ് ഇടുക, കാശ് കിട്ടുമ്പോൾ തന്നെ വന്നോളും. അല്ലാതെ നമ്മൾ കാശിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് ഇടുമോ വേറെ രീതി നടക്കുമോ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. നമുക്ക് അതൊക്കെ നടക്കുന്ന രീതി തന്നെ അതൊക്കെ നടന്നോളും, അതൊക്കെ കിട്ടിക്കോളും കേട്ടോ. പിന്നെ ആദ്യ തുക ഞാൻ ചേട്ടയുടെ കയ്യിൽ കൊടുക്കട്ടോ. എനിക്ക് വേണ്ട, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചേട്ടയെ റീചാർജ് ചെയ്ത് തരുന്നു. പിന്നെ ടിപ്സുകൾ ചെയ്യാനൊക്കെ ഒരുപാട് ടിപ്സ് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ 2-3 സാധനങ്ങൾ പുറത്തുനിന്ന് മേടിച്ചതെന്ന് വെച്ചാൽ റോസ് വാട്ടർ, ഗ്ലിസറീന, പിന്നെ ഓറഞ്ച് പീൽ പൗഡർ, അശ്വഗന്ധ ചൂർണം, പറയണമല്ലോ നിങ്ങളുടെ, അത് കള്ളത്തരമൊന്നുമില്ല. പിന്നെ മുൾട്ടാണി മിട്ടി, ഇങ്ങനത്തെ സാധനങ്ങളാട്ടോ ഞാൻ പുറത്തുനിന്ന് മേടിക്കുന്നത്. കടലമാവ്, ഇത്ര സാധനങ്ങളാണ് പുറത്തുനിന്ന് മേടിക്കുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾ പച്ചക്കറിയിലും കിട്ടുമല്ലോ, തക്കാളി, ഉരുളക്കിഴങ്ങ്, ചെറുനാരങ്ങ നീര്, മുട്ടയുടെ വെള്ളം, ഞാൻ ഇതൊക്കെ വെച്ചാൽ അധികം ഞാൻ പാക്ക് ചെയ്യുന്നത്. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയും, ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. കാപ്പിപ്പൊടി, അപ്പം ഇതൊക്കെ സാധനം നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷേ പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്നത് ഇത് വളരെ ചില്ലറ സാധനങ്ങളാണ്. പിന്നെ ട്രൈപോഡ് എൻ്റെ പോയായിരുന്നു കേട്ടോ, അപ്പോൾ പറഞ്ഞാൽ എനിക്ക് ചേട്ടൻ മേടിച്ച് തന്നായിരുന്നു. പിന്നെ കുറേ സാധനമായിട്ട് എനിക്ക് പുറത്തുനിന്ന് എനിക്ക് മേടിച്ച് തന്നായിരുന്നു കേട്ടോ. റീചാർജ് ചെയ്യുന്നത് ചില്ലറ കാര്യമാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീഡിയോസ് കാണുമ്പം നമ്മുടെ ഫോണിലും ചാർജൊക്കെ വേണ്ടേ. അപ്പോൾ ചേട്ടൻ റീചാർജ് ചെയ്യുന്നത് ഇപ്പോൾ ചേട്ടൻ വൈഫൈ ആക്കി തന്നിട്ടുണ്ട്. മാസം 550 520 അറിയത്തില്ലേ, 550 തോന്നുന്നു. അത് ചേട്ടായി മാസം നമ്മളത് പൈസ അടയ്ക്കണം കേട്ടോ. അതൊക്കെ ചേട്ടായി ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം കിട്ടുന്ന കാശ് നമ്മുടെ ചേട്ടായിക്ക് കൊടുക്കും, രണ്ടാമത് കിട്ടുന്ന കാശ് അത് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ. എൻ്റെ അമ്മയുടെ കയ്യിലൊന്ന് കൊടുക്കണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം ആദ്യത്തെ കാശ് ചേട്ടായി കൊടുക്കണം കേട്ടോ ആഗ്രഹം കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ എൻ്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ കേട്ടോ, വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ ആഗ്രഹങ്ങളും മോഹങ്ങളും മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിലൊക്കെ. ഇന്നലെ ചേട്ടായി പിള്ളേർക്ക് മിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ചിക്കൻ കറിയും കപ്പ പുഴുക്കൊക്കെ ഉണ്ടായി. ചെറിയൊരു ആഘോഷമുണ്ട്, വലിയ രീതിയിൽ ആഘോഷങ്ങളൊന്നുമില്ല. വെറുതെ കാച്ചിട്ടെല്ലാം ചിലവാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ചിലപ്പോൾ ഞങ്ങൾ ഈ മാസം അമ്പലത്തിൽ പോകട്ടെ തീരുമാനിച്ചിട്ടില്ലേ. ഗുരുവായൂർ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. നടക്കുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. പക്ഷെ എന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സല്ലേ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ. നടന്നാൽ മതിയായിരുന്നു. ഭഗവാനെ കാണുന്ന ഭയങ്കര അതിയായൊരു ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേയൊക്കെ നമ്മൾ ഏത് ദൈവമാണെങ്കിലും നമ്മൾ ആ ദൈവത്തെ നന്നായിട്ട് വിശ്വസിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എൻ്റെ ദൈവം എന്ന് പറയുന്നത് എൻ്റെ ശിവഭഗവാൻ, എൻ്റെ ദേവിയമ്മയാണ്. അപ്പോൾ ഞാനെൻ്റെ ശിവഭഗവാൻ എപ്പോഴും ശിവൻ ശിവകരം ശാന്ത ശിവാത്മന ശിവോത്തമ ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ഒരു 108 എനിക്കറിയാം. എപ്പോഴും ഞാൻ ചൊല്ലിക്കൊണ്ട് ഇപ്പോൾ മനസ്സിൽ എന്തെങ്കിലും സങ്കടം എന്തെങ്കിലും വരുവാണെങ്കിൽ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും കേട്ടോ. അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. അപ്പം ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ വിശ്വാസക്കാരാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്തെന്നറിയത്തില്ല, മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് എന്തായാലും നടന്നിരിക്കും. അത് നമ്മുടെ ശിവഭഗവാൻ നടത്തി തരും. ഒരു വിശ്വാസം. ശിവഭഗവാൻ ദേവിയമ്മയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. പിന്നെ എല്ലാ ദൈവവും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിലും എൻ്റെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് ശിവഭഗവാനാണ്. വിളക്ക് കൊളുത്തുമ്പോൾ ആദ്യം മനസ്സിലോട്ട് വരുന്നത് ശിവഭഗവാൻ്റെ മുഖവും ശിവഭഗവാൻ തന്നെയാണ് മനസ്സിലോട്ട് വരുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ ശിവം. അതിൽ ഓം നമഃ ശിവായൊക്കെ ചൊല്ലുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. അപ്പം ഇത്ര നാളും അതൊക്കെ ചൊല്ലാറുണ്ടായിരുന്നു. പക്ഷേ എന്തെന്നറിയില്ല, ഇപ്പം കുറച്ച് ശിവഭഗവാനെ തന്നെ പ്രാർത്ഥിക്കാൻ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഏത് കാര്യം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വിജയം മുന്നിൽ തന്നെ കിട്ടും, മുന്നിൽ തന്നെ കാണും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നിങ്ങളോട് പറയാൻ കേട്ടോ. വേറെ വിശേഷങ്ങളോ കാര്യങ്ങളൊന്നും പറയാനില്ല. പിള്ളേരൊക്കെ ഒന്നിച്ചുള്ള വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ രാവിലെ എടുക്കാമെന്ന് വെച്ചപ്പം രാവിലെ ആകുമ്പം അവൾമാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും കേട്ടോ. പിന്നെ മക്കളുടെ സപ്പോർട്ടും ഞാൻ പറഞ്ഞില്ല, മക്കളുടെ സപ്പോർട്ട് എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് ചേട്ടയുടെ മാത്രമല്ല മക്കളുടെ വീട്ടുകാരുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്കുണ്ട് കേട്ടോ. പക്ഷേ ഒരു പടി കൂടുതൽ ചേട്ടയുടെ സപ്പോർട്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടിൽ നിന്ന് അമ്മ എപ്പം ചോദിക്കും വീഡിയോ ഇട്ട് കണ്ടില്ലെങ്കിൽ, എടി നീ വീഡിയോ ഇട്ടായിരുന്നോ, ഞാൻ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുക. പിന്നെ എന്തെങ്കിലും മുഖത്ത് തേക്കുമ്പോൾ പറയും എടി നീ അതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കുക, അത് നല്ലതായിട്ടൊന്നും പറഞ്ഞ് അമ്മ എനിക്ക് പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ മുഖത്ത് തേക്കാൻ എന്തെങ്കിലുമൊക്കെ പാക്കൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ അതുപോലെ ഒന്ന് പരീക്ഷിച്ചിട്ട് വിജയിക്കുവാണെങ്കിൽ ഞാൻ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തോളാം കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടി എനിക്ക് വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ സാധാരണക്കാരെ നമ്മളെ ജീവിതമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഒരു കുഞ്ഞു വീട് കണ്ട, ഒരു ടാങ്ക്, എന്താ വിറക്, ഞാൻ പറയും ഇപ്പം മുറ്റത്ത് നിന്നാണ് എടുത്തേക്കണ വീഡിയോ. അപ്പം നമ്മുടെ കുഞ്ഞു വീട്, കുഞ്ഞു അന്തരീക്ഷം, കുഞ്ഞു സ്നേഹങ്ങൾ, കുഞ്ഞു സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു കുഞ്ഞു ജീവിതം, കുഞ്ഞു ഫാമിലിയായിട്ട് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഈ ഫാമിലിയിലോട്ട് ഒരു ചെറിയൊരു ഇതൊക്കെ സന്തോഷങ്ങളൊക്കെ വരുമ്പം മനസ്സിൽ അതിയായൊരു സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ. അതോടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്താട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോസും നല്ല ടിപ്സും നല്ല കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ടാറ്റ, സോ മച്ച്, ബൈ.